ആശാപ്രവർത്തകരെയും ചെറുപ്പക്കാരെയും ദുരിതത്തിലാക്കിയെങ്കിലും ജയിലിൽ കിടക്കുന്നവർക്കും PSC അംഗങ്ങൾക്കും ശമ്പളം കൂട്ടി നൽകിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന ഇടുക്കി നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയി കെ പൗലോസ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 420 രൂപ മാത്രം നൽകുമ്പോഴാണ് ജയിൽ പുള്ളികൾക്ക് 620 രൂപയോളം ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയതെന്ന് റോയി കെ പൗലോസ് ആരോപിച്ചു. PEC റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തെത്തിയാൽ പോലും അവർക്ക് നിയമനം നൽകാത്ത സർക്കാർ, ചെറുപ്പക്കാരെ ചതിച്ച സർക്കാർ, ജയിൽ പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയ സർക്കാർ. ഈ സർക്കാർ എന്തുകൊണ്ട് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെയും പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലും കാണുന്നില്ല എന്ന് റോയി കെ പൗലോസ് ചോദിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ ഭാഗമായി കരിമ്പനിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PSC അംഗങ്ങൾക്ക് ഒറ്റയടിക്ക് 2 ലക്ഷം രൂപ കൂട്ടി നൽകിയപ്പോൾ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പോലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നും റോയി കെ പൗലോസ് പറഞ്ഞു. നമ്മുടെ ജയിലിൽ കിടക്കുന്നവരാണല്ലോ ഏറ്റവും പരിഗണിക്കേണ്ടവര്, അവരെയാണല്ലോ ഏറ്റവും ആദരിക്കേണ്ടവര്. അവർക്ക് ആദരവും പരിഗണനയും കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ നാട്ടിലുണ്ട്. 320 രൂപയായിരുന്ന ആളുകൾക്ക് ശമ്പളം 620 രൂപയാക്കി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. ആ തടവുകാർ പോലും അത്ഭുതപ്പെട്ടു പോയി. കിടക്കുന്നവർ മഹാഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരാണ്, CPM-കാരാണ്. ആശാപ്രവർത്തകർക്ക് 10 രൂപ കൊടുക്കൂല. ജയിൽ പുള്ളികൾക്ക് 620 രൂപ ഒറ്റയടിക്ക്. പാവപ്പെട്ട നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന 420 ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഏത് സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് 600 രൂപ കിട്ടുന്നില്ല. അപ്പോഴാണ് CPM-ന് വേണ്ടി പല കൊള്ളരുതായ്മകൾ നടത്തിയ ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിൽ പുള്ളികൾക്ക് മാത്രം 620. കരിമ്പനിൽ നിന്നും ആരംഭിച്ച പര്യടനം മുളകുവള്ളി, മണിയാറൻകുടി, ഭൂമിയാങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ സന്ദർശിച്ച് വാഴത്തോപ്പിൽ സമാപിച്ചു. മുളകുവള്ളി ഇടവക വികാരി ഫാദർ ജോബി പൂവത്തിങ്കൽ റോയി കെ പൗലോസിന് ആശംസകൾ നേർന്നു. വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്വീകരണ പരിപാടികളിൽ AP ഉസ്മാൻ, ജോയി വർഗീസ്, ഷിജോ ഞവരക്കാട്ട്, PK ജയൻ, KB സെൽവം, CP സലീം, ആൻസി തോമസ്, റിൻസി സിബി, സാലി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി.